ഹായ് എരിവൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണം നൽകണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നമ്മൾ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. കാരണം ഇത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ടും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു പ്രതികരണം നടത്തുന്നത് ശരിയല്ല. കാരണം ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഒരുപാട് കണക്ഷനുള്ള ഒരു ഓൺലൈൻ ഷോപ്പിയാണ് ഈ ഹൈറിച്ച് എന്ന് പറയുന്നത്. നിരവധി ആളുകൾ ഇതിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സുപ്രഭാതത്തിൽ വന്ന് ഹൈറിച്ച് തകർന്നു, ഇനി ഹൈറിച്ച് തിരിച്ചു വരില്ല എന്നൊന്നും പറയുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഒരിക്കലും അത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തില്ല. പക്ഷേ പല ആളുകളും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തുന്നുണ്ട്. നമ്മളൊരിക്കലും ഹൈറിച്ചിനെ ഒളിപ്പിക്കാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഹൈറിച്ചിൻ്റെ ഏതെങ്കിലും മെമ്പറോ ഒന്നും തന്നെയല്ല. എനിക്ക് ഹൈറിച്ചുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പല ആളുകളും എന്നെ ഈ ഒരു ഹൈറിച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്ത് എൻ്റെ സമയക്കുറവ് മൂലം ഞാൻ അതിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പം നമുക്കറിയാം, വേൾഡ് ബിസിനസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പം റഷ്യ യുക്രൈനായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായ സമയത്ത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും അത് വ്യാപിച്ചിരുന്നു. ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് ആണെങ്കിലും അമേരിക്കയുടെ ഷെയർ മാർക്കറ്റ് ആണെങ്കിലും ബ്രിട്ടൻ്റെ ഷെയർ മാർക്കറ്റ് ആണെങ്കിലും ഇതിലൊക്കെ തന്നെ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്തും പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായ സമയത്തൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള ഇടിവ് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ലോകം കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അത്തരത്തിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്നതും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഒരുപാട് ആളുകളുടെ ക്യാഷ്, ചെറിയ എമൗണ്ട് ആണെങ്കിലും ഒരുപാട് ആളുകളുടെ ക്യാഷ് ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ ഹൈറിച്ചിൻ്റെ ഒരുപാട് ഓൺലൈൻ ഷോപ്പുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ തകർന്നു പോകുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഹൈറിച്ചിനുള്ളത്, അല്ലെങ്കിൽ ഹൈറിച്ച് പോലെയുള്ള അത്തരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കുള്ളത്. മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യാത്തത് ഹൈറിച്ചിൻ്റെ ഈ ഒരു വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഈ വിഷയം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു സുപ്രഭാതത്തിൽ പലരും വന്നിട്ട് ഹൈറിച്ച് തകർന്നു എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പല പ്രതികരണവും നടത്തി പോകുന്നത്. യഥാർത്ഥത്തിൽ ഹൈറിച്ചിന് സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ മൂല്യം ഇടിയോ അല്ലെങ്കിൽ അതിൽ നിക്ഷേപിച്ചിട്ടുള്ള എമൗണ്ട് പൂർണ്ണമായിട്ടും ആരെങ്കിലും മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അങ്ങനെയൊന്നല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അവർക്ക് GSTയിൽ വന്ന മിസ്റ്റേക്കാണ് അവരൊരു നിയമ നടപടി നേരിടേണ്ടി വന്നത്. അതിപ്പം ഏത് ബിസിനസ്മാൻ ആണെങ്കിലും അത്തരത്തിലുള്ള ഏതെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിയമ നടപടി നേരിടേണ്ടി വരും. അത്തരത്തിലുള്ളൊരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഹൈറിച്ച് നേരിട്ടിട്ടുള്ളത്. അതിൽ അവരൊരു പരിധിവരെ വേണമെങ്കിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. കാരണം ചെറിയൊരു ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഹൈറിച്ചിന് ഇന്നലെ വന്നിട്ടുള്ളത്. ആ വിധിയെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പം ഇന്നലെയാണ് കോടതിയിൽ നിന്നും ഹൈറിച്ചിന് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു വിധി പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പം ആ ഒരു വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഹൈറിച്ചിന്റെ എല്ലാവിധ ഓൺലൈൻ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷനും കോടതി പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിരുന്നു. ഇപ്പം ആ ഒരു വിലക്ക് കോടതി ഇന്നലെ നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഹൈറിച്ചിന്റെ എല്ലാവിധ ട്രാൻസാക്ഷനും സ്വാഭാവികമായി തന്നെ നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. GSTയിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഒരു ലിമിറ്റേഷൻ കോടതി വെച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഹൈറിച്ചിനെതിരായിട്ട് കോർട്ടിൽ നിന്നും അത്തരത്തിലുള്ളൊരു പരാമർശമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഹൈറിച്ച് പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കമ്പനി വലിയ രീതിയിലുള്ള വളർച്ച നേടുന്ന സമയത്ത് ഇതിന് ശത്രുക്കളുണ്ടാവും. അവർ ഏതെങ്കിലും രീതിയിൽ ചെറിയ ഒരു അപാകത സംഭവിക്കുമ്പോഴേക്കും അതിനെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കും. ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം ഹൈറിച്ചിലും നടന്നിട്ടുള്ളത്. ഞാൻ ഇന്നുവരെ ഹൈറിച്ചിൽ ജോയിൻ ചെയ്യാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആധികാരികമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇതിൻ്റെ ഒഫീഷ്യൽസ് തന്നെയാണ് സംസാരിക്കേണ്ടത്. അപ്പം അവരെ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയൊരു ജാഗ്രത കുറവുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ കോടതിയുടെ അന്തിമമായിട്ടുള്ള ഒരു വിധി വരുന്നതോടുകൂടി അതെല്ലാം ഓവർകം ചെയ്ത് ഹൈറിച്ച് എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.